ഡിയേഴ്സ്, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ടു അവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള കംപ്ലീറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണും. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ. 4 മാർക്കിനും 3 മാർക്കിനും കുറെ ഓപ്ഷൻസ് വരാറുണ്ട്. ഈ ഓപ്ഷൻസിലൊക്കെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തുകൊണ്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ടിൽ ലാസ്റ്റ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് എക്സാം ഈസി ആയിട്ട് നന്നായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ദ മോസ്റ്റ് സ്റ്റേബിൾ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ഈസ്. എന്താണ്? ക്രോമിയത്തിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ബാഹ്യതമ ശൈലിയിലുള്ള ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? ക്രോമിയത്തിനും കോപ്പറിനും ഒരു പ്രത്യേകതയുണ്ട്. ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡും ആയതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് അല്ലേ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരുന്നത്? യെസ്, 3d5 4s1 എന്നാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഈ തന്നതിന് 3d5 4s1 എവിടെയുള്ളത്? കറക്റ്റ് ആയിട്ട് എഴുതുക. ഫുൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യമാണ്. ദ വോളിയം ഓഫ് 1 GMM ഓഫ് എനി ഗ്യാസ് അറ്റ് STPS. STPS സ്ഥിതി ചെയ്യുന്ന 1 GMM ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം എത്രയായിരിക്കും? എടാ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് 1 GMM is equal to എത്ര ലിറ്റർ ആണ്? 22.4 ലിറ്റർ at STP ആണല്ലേ. അതേപോലെ നമുക്ക് പറയാം ഇത് എത്രയാണ്? 1 മോൾ ആണ്. ഇതിനകത്ത് എത്ര അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്? 1 Na. 1 അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഈ ഒറ്റൊരു സാധനം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കില്ലേ. ക്വസ്റ്റ്യനിൽ 1 GMM ആയതുകൊണ്ട് ഇറ്റ് ഇസ് 22.4 ലിറ്റർ അറ്റ് STP ആണ്. ഇതേ ചോദ്യം വേറൊരു രീതിയിലും ചോദിക്കാം. എങ്ങനെയാണ്? വാട്ട് വിൽ ബി ദ മോളാർ വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് STP ഇൻ ലിറ്റേഴ്സ്. ഏതൊരു വാതകത്തിന്റെയും STPയിലുള്ള മോളാർ വ്യാപ്തം എത്ര ലിറ്റർ ആയിരിക്കും? മോളാർ എന്നുള്ള ടേം കണ്ടാൽ, മോളാർ വ്യാപ്തം എന്നുള്ള ടേം കണ്ടാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് 22.4 ലിറ്റർ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് obtained at the cathode when sodium chloride solution is electrolyzed. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇലക്ട്രോലൈസ് ചെയ്യുന്ന സമയത്ത് കാത്തോഡിൽ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. ആനോഡിലാണെങ്കിൽ ഇറ്റ് ഇസ് ക്ലോറിൻ. കാത്തോഡിൽ ഏതാണ് വരുന്നത്? കാത്തോഡിന്റെ അകത്ത് വരുന്നത് ഇറ്റ് ഇസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം 1 മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്സ് നിങ്ങൾ എടുത്ത് നോക്കുക കേട്ടോ. ഷോർട്സ് എടുത്ത് കാണാം. ഡീറ്റെയിൽ ആയിട്ട് മോൾട്ടൻ NaCl സൊല്യൂഷൻ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? ഏത് കാറ്റലിസ്റ്റ് ആണ്? ഇറ്റ് ഈസ് വെനേഡിയം പെന്റോക്സൈഡ് അല്ലെ. V2O5 ആണ്, വെനേഡിയം പെന്റോക്സൈഡ് ആണ്. ചിലപ്പോൾ 1 മാർക്കിന് 4 ഓപ്ഷൻസ് തന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അണ്ടർഗോ അഡിഷൻ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലേ. എന്താണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഡബിൾ ബോണ്ട് ഉള്ളത് ഏതിനാണ്? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്, ഈത്തീൻ ആണല്ലേ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ നൽകിയിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളിൽ അഡിഷൻ രാസപ്രവർത്തനം വിധേയമാകുന്നത് ഏതാണ്? അൺസാച്ചുറേറ്റഡ് അപൂരിത ഹൈഡ്രോ കാർബണിലാണ് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം. A few drops of concentrated sulfuric acid are added to blue colored copper sulfate crystal taken in a watch glass. The color of the copper sulfate changes. Which property of sulfuric acid is exhibited here? വേറൊന്നുമില്ല, ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത സമയത്ത് അതിന് നീല നിറം നഷ്ടപ്പെട്ടു. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് അത്? ഇറ്റ് ഈസ് ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടി അല്ലെ. എന്ത് പ്രോപ്പർട്ടിയാണ്? ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയും ഡ്രൈയിങ് ഏജന്റ് എന്നുള്ള പ്രോപ്പർട്ടിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും പഠിച്ചിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവാ കേട്ടോ. ഡീഹൈഡ്രേഷൻ ആണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഷുഗറിന്റെ അകത്ത് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് യെസ് എന്ത് സംഭവിക്കുന്നു? ഡീഹൈഡ്രേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഇസ് പ്യൂരിഫൈഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് ആരാണ്? സിങ്ക് ആണ് അല്ലെ. ആരാണ്? സിങ്ക് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം, സിങ്ക് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഇസ് ഹാവിംഗ് ലോ ബോയിലിംഗ് പോയിന്റ് അല്ലെ. ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. സിങ്ക് മാത്രമല്ല കേട്ടോ, സിങ്ക്
കാഡ്മിയം, മെർക്കുറി. ഇത് മൂന്നും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് മൂന്നിലും ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് അനലൈസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് റൈറ്റ് ദ ടൈപ്പ് ഓഫ് ദ റിയാക്ഷൻ. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആദേശ പ്രവർത്തനം, തെർമൽ ക്രാക്കിംഗ് താപീയ വിഘടനം, അഡിഷൻ, പോളിമറൈസേഷൻ. ഏതാണ് ഇവിടെ വരുന്നത്? ഇവിടെ നോക്കിക്കേ, ഒരു വലിയ കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് കഷ്ണമാക്കി മാറ്റുന്നു അല്ലേ? ഈ കഷ്ണത്തിന് എന്താ പ്രത്യേകത? ഒന്ന് ആൽക്കീനും ഒന്ന് ആൽക്കീനുമാണ്. ഒന്ന് സാച്ചുറേറ്റഡ് പൂരിത ഹൈഡ്രോകാർബണും ഒന്ന് അപൂരിത ഹൈഡ്രോകാർബണുമാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് തെർമൽ ക്രാക്കിംഗ് ആണ്. ഏതാണ്? തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. താപീയ വിഘടനത്തിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ചിലപ്പോൾ ഇതിങ്ങനെ ഡാഷ് എന്ന് തന്നിട്ട് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. The number of molecules in a given sample of ammonia is 2 into Avogadro number of particles. Find the number of moles present in it. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 1 mole എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 22.4 ലിറ്റർ ആണ് നമുക്കുള്ളത്. അതേപോലെ എത്രയാണ്? 1 Avogadro number of particles ആണ്. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2 Avogadro number of particles ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 44.8 ലിറ്റർ എന്ന് കിട്ടുന്നു. എത്ര മോളാണ്? 2 മോളാണ്. എടാ ഇത്രയും സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മോൾ കോൺസെപ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചൂടെ? യെസ്, ഇവിടെ 2 Avogadro നമ്പർ ആണ്. ഇത് 2 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? അതേപോലെ മോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. മോളും നമുക്ക് എന്ത് കിട്ടി? 2 മോൾ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, ഈ തന്നിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? അതേപോലെ ഇതിന്റെ മോളിക്കുലർ ഫോർമുല ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ആരുടെ സ്ട്രക്ചർ ആണ്? ഇറ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ അല്ലേ? ബെൻസീന്റെ സ്ട്രക്ചർ ആണ്. ദ ഫോർമുല, ദ മോളിക്കുലർ ഫോർമുല ഇറ്റ് ഇസ് C6H6 ആണ് വരുന്നത്. എത്രയാണ്? C6H6 ആണ്. ബെൻസീൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപ്രോപ്പെയിൻ അല്ലെങ്കിൽ സൈക്ലോബ്യൂട്ടീൻ ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാനും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ദ മോണോമർ ഓഫ് പോളിവിനൈൽ ക്ലോറൈഡ്സ്. പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ എന്താണ്? CH2 ഡബിൾ ബോണ്ട് CHCl ആണല്ലേ? ഇതിന്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണ് മോണോമർ വരുന്നത്. ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? NCH2 ഡബിൾ ബോണ്ട് CHCl എന്ന് എഴുതുന്നു. ഗിവ്സ്, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, രണ്ട് ഭാഗത്തേക്ക് ബോണ്ട് വരയ്ക്കുന്നു, താഴെ ഒരു N ഇട്ട് കൊടുക്കുന്നു. ഇനി CH2 ഡബിൾ ബോണ്ടിന്റെ സ്ഥാനത്ത് സിംഗിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പോളിമറൈസേഷൻ റിയാക്ഷൻ നമുക്ക് കിട്ടിയല്ലേ? ഈ തന്നിരിക്കുന്നത് PVCന്റെ എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ്, പോളിമർ ആണ്. PVCന്റെ യൂസസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പൈപ്പ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. In an atom 4 electrons are present in p subshell of its m shell. How it is represented? ഇതുപോലത്തെ ചോദ്യം നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇവിടെ കുറച്ച് ട്രിക്കി ആയിട്ടാണ് ചോദിച്ചതെങ്കിലും സാധനം സിമ്പിൾ ആണ്. M ഷെല്ലാണെന്ന് തന്നിട്ടുണ്ട്. M ഷെൽ എന്ന് പറഞ്ഞാൽ KLM മൂന്നാമത്തെ ഷെല്ലാണല്ലേ? P സബ്ഷെൽ എന്ന് തന്നിട്ടുണ്ട്. P സബ്ഷെൽ ഞാൻ എഴുതുന്നു. 4 ഇലക്ട്രോൺസ് എന്ന് തന്നിട്ടുണ്ട്. 4 ഇലക്ട്രോൺസ് ഞാൻ എഴുതി. എവിടെ നമുക്ക് ഉത്തരം കിട്ടി? ഇറ്റ് ഇസ് 3p4 അല്ലേ? മൂന്നാമത്തെ ഷെൽ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 3 അല്ലേ? P സബ്ഷെൽ എന്ന് എടുത്ത് തന്നുകൊണ്ട് P എഴുതി. ആ P സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ Pയുടെ മുകളിൽ നമ്മൾ 4 എഴുതി. സെറ്റ് ആണല്ലോ? ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. CnH2n+2 എന്ന് പറയുന്നത് ആൽക്കെയിൻ ആണെങ്കിൽ CnH2n-2 എന്ന് പറയുന്നത് എന്താണ്? ആൽക്കൈൻ ആണ്. YNE ആണ്. ഇനി ആൽക്കീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? CnH2n ആണ് കേട്ടോ. ആൽക്കീൻ ഹോമോലോഗസ് സീരീസ് ആണ്. കുറച്ച് ഹോമോലോഗസ് സീരീസ് തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ നിന്ന് ആൽക്കീൻ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ജനറൽ ഫോർമുല അറിഞ്ഞിരിക്കണം. ഹോമോലോഗസ് സീരീസിന്റെ 4 ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫിനോഫ്തലിൻ is pink in color in the solution of ammonia in water. This shows that ammonia is which nature? എന്താണ്? അമോണിയയുടെ ജലീയ ലായനിയിൽ ഫിനോഫ്തലിൻ പിങ്ക് നിറം തരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അമോണിയ എന്ത് സ്വഭാവം കാണിക്കുന്നു എന്നാണ്? അമോണിയ യെസ് ബേസിക് സ്വഭാവം കാണിക്കുന്നു എന്നാണ് അല്ലേ? കാരണം എന്താണ്? ബേസിലാണ് ഫിനോഫ്തലിൻ പിങ്ക് നിറം തരുന്നത്. അപ്പൊ നമുക്ക് പറയാം അമോണിയ പിങ്ക് നിറം തരാൻ കാരണം അത് ബേസിക് ആയതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ റിംഗ്
ഓൺ അയൺ റിംഗ്. എന്താണ്? ഒരു ഇരുമ്പ് വളയിൽ അല്ലെങ്കിൽ ഇരുമ്പ് മോതിരത്തിൽ ചെമ്പ് പൂശണമെങ്കിൽ നമ്മൾ എന്താണ്, ഏത് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കോപ്പർ ആണ് നമുക്ക് പൂശേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ ആയതുകൊണ്ട് ഉപയോഗിക്കേണ്ടത് ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. എത്തനോൾ is an alcohol which is extensively used for industrial preparation. What is rectified spirit? ഈ rectified spirit എന്താണ്? പവർ ആൽക്കഹോൾ എന്താണ്? വാഷ് എന്താണ്? ഇതിനെയൊക്കെ കുറിച്ചിട്ട് 1 മിനിറ്റിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ മക്കൾ കണ്ടു നോക്കുക. കാരണം അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 95.6% എത്തനോൾ ആണ് കേട്ടോ. 95.6% എത്തനോൾ ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് മീൻ ബൈ ഡീനേച്ചേർഡ് സ്പിരിറ്റ്? എന്താണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്? നമ്മൾ പറഞ്ഞ എത്തനോളിന്റെ കൂടെ നമ്മൾ ആരെയാണ് ആഡ് ചെയ്യുന്നത്? പോയിസണസ് സബ്സ്റ്റൻസ് അല്ലെ? എത്തനോളിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? പോയിസണസ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു 4, 5, 6ഓളം ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ കംപ്ലീറ്റ് ടേമും 1 മിനിറ്റ് ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്ഷെൽസ് ആർ നോട്ട് പോസിബിൾ? പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതാണ്? 2p പോസിബിൾ ആണോ? 2p പോസിബിൾ ആണല്ലേ? 6s പോസിബിൾ ആണോ? യെസ്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന സബ്ഷെൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എല്ലാ ഷെല്ലുകളിലും കാണപ്പെടുന്ന സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെൽ ആണ്. 6s പോസിബിൾ ആണ്. 3f 3s 3p 3d അല്ലെ? 3f എന്തല്ല? പോസിബിൾ അല്ല. കാരണം 3 സബ്ഷെല്ലുകളേ ഉള്ളൂ. ഇനി അടുത്തത് 5d പോസിബിൾ ആണല്ലേ? 5s 5p 5d 5f. 4s പോസിബിൾ ആണ്. 1p പോസിബിൾ ആണോ? അല്ല. 1p പോസിബിൾ അല്ലാത്ത കാരണം എന്താണ്? ഒരു ഷെല്ലില് ഫസ്റ്റ് ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ എസ് സബ് ഷെൽ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വിത്തൗട്ട് themselves undergoing any change. എന്താണ് ചോദിച്ചിരിക്കുന്നത്? which is the catalyst used in Haber process? എന്താണ്? ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സ്പോഞ്ചി അയോൺ. എസ് അല്ലെ? സ്പോഞ്ചി അയോൺ ആണ് കേട്ടോ. സ്പോഞ്ചി അയോൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉൾപ്രേരകമായിട്ട് നമ്മുടെ എന്താ പറയുക, കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ നോക്കിക്കേ, നമ്മൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തു? 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ഭാഗങ്ങളിലും പല ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അത്രയും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സെറ്റ് ആയിട്ട് ഫുൾ കോൺഫിഡൻസോട് കൂടി വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ? എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? അയൺ ഇസ് എക്സ്ട്രാക്റ്റഡ് യൂസിങ് ബ്ലാസ്റ്റ് ഫർണസ്. നെയിം വൺ ചീഫ് ഓർ ഓഫ് അയൺ. ഇരുമ്പിന്റെ എന്താണ്? യെസ്, നിഷ്കർഷണം ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ് സാധ്യമാകുന്നത്. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അയൺ 2 അയിരുകളുണ്ട് അല്ലേ? ഹെമറ്റൈറ്റും ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്. എടാ മക്കളെ, അതിന്റെ ഫോർമുല പഠിച്ചു വെക്കണേ. ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe3O4 ആണ്, ഹെമറ്റൈറ്റ് ആണെങ്കിൽ Fe2O3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത് ആരാണ്? നമ്മുടെ ഹെമറ്റൈറ്റിനാണ് അല്ലേ? ആ ഹെമറ്റൈറ്റിലുള്ള എക്സ്ട്രാക്ഷനിലുള്ള സ്റ്റെപ്പ് ഏതാണ്? എക്സ്ട്രാക്ഷനിലുള്ള സ്റ്റെപ്സ് മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത ചോദ്യമാണ്, ദ മെറ്റലർജി ഓഫ് അലൂമിനിയം ഇൻവോൾവ്സ് 2 stages, a concentration process and electrolysis. During electrolysis, cryolite is added to electrolyte. Why? എന്താണ്? അലൂമിനിയത്തിന്റെ എന്താണ് സാന്ദ്രീകരണം വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ചെയ്യുന്നത്. ഈ വൈദ്യുത വിശ്ലേഷണ വേളയിൽ ഇലക്ട്രോലൈറ്റിനൊപ്പം ക്രയോലൈറ്റ് ചേർക്കാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം അലൂമിനിയന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ആണല്ലേ? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഇറ്റ് ഇസ് വെരി ഹൈ ആണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? ഈ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ക്രയോലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻക്രീസ് എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, ടു വിച്ച് ബ്ലോക്ക് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ദ ലാന്തനോയിഡ്സ് ബിലോങ്സ്? ലാന്തനോയിഡ്സ് ഏത് പീരീഡിലാണുള്ളത്? 6th പീരീഡിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാന്തനോയിഡ്സ് എന്നും 7th പീരീഡിലുള്ള ആളുകളെ നമ്മൾ എന്താണ് പറയുന്നത്? ആക്ടിനോയിഡ്സ് എന്നുമാണ് പറയുന്നത് കേട്ടോ. ലന്താനത്തിന് ശേഷമുള്ള 14 എലമെന്റുകളെ ലാന്തനോയിഡ് എന്നും ആക്ടിനത്തിന് ശേഷമുള്ള 14 എലമെന്റുകളെ ആക്ടിനോയിഡ്സ് എന്നുമാണ് വിളിക്കാറ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ടു
which category of organic compounds does ethyl ethanoate belong? ethyl ethanoate എന്ന് പറയുന്നത് ആരാണ്? എസ്റ്റർ ആണ്. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് ആണ്. ഏതാണ്? ethyl ethanoate എന്ന് പറയുന്നത് ഏതാണ്? എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ്. fill up suitably. OH എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ COOH എന്ന് പറയുന്നത് ആരാണ്? യെസ്, നമ്മുടെ കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ് അല്ലെ? കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് ഇതുപോലെ ചോദിക്കാറുണ്ട്. കാർബോക്സിലിക് ഗ്രൂപ്പ് ആണെങ്കിൽ COOH ഉം OH ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ആൽക്കഹോൾ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് ദ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആവണമെങ്കിൽ എന്തായിരിക്കണം? യെസ്, നമുക്കറിയാം CnH2n-2 എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കണം അല്ലേ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഇത് C2H2. ഈ തന്നിരിക്കുന്നതിനകത്താണ് ട്രിപ്പിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്നത്. ജനറൽ ഫോർമുല നമ്മൾ തൊട്ട് മുന്നിലെ സ്ലൈഡുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, which one of the following subshells has highest energy? 1s2 2s2 2p6 3s2 3p6 4s2 3d അല്ലെ? ഈ തന്നിരിക്കുന്നതിൽ 3d ക്കാണ് എന്ത് വരുന്നത്? തന്ന എക്സാമ്പിൾസിൽ 3d ക്കാണ് ഹയസ്റ്റ് എനർജി വരുന്നത്. ചിലപ്പോൾ ഷഫിൾ ചെയ്തിട്ട് എനർജി ഓർഡറിൽ എഴുതാനും ചോദിക്കാറുണ്ട്. കുറഞ്ഞതിൽ നിന്ന് ഹയസ്റ്റിലേക്ക് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? which gas is produced when metal reacts with dilute hydrochloric acid? ലോഹങ്ങൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? മെറ്റലുകള്. നമുക്കറിയാം ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്? ഒരു പോപ്പ് സൗണ്ടോട് കൂടി ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോപ്പ് സൗണ്ടോട് കൂടി കത്തുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഹൈഡ്രജൻ ഗ്യാസ് ഇറ്റ്സെൽഫ്. ഇനി അടുത്ത ചോദ്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കോപ്പർ എന്ത് ചെയ്യുന്നില്ല? ഡൈല്യൂട്ട് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. നോ റിയാക്ഷൻ ആണ് കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ? ചൂടുവെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്ന എന്താ പറയുക മെറ്റൽ ഏതാണ്? യെസ്, ഈ തന്നതിൽ മെഗ്നീഷ്യം ആണ് അല്ലെ? മെഗ്നീഷ്യത്തിന്റെ പ്രത്യേകത എന്താണ്? മെഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി ഡൊണേറ്റഡ് ബൈ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സ് ജനറലി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്? സാധാരണയായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ എത്ര ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുന്നത്? ഗ്രൂപ്പ് 1 ആണ്. നമുക്കറിയാം ഗ്രൂപ്പ് 1ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അത് എന്തുകൊണ്ടാണ്? ഒരു ഇലക്ട്രോണിനെ അല്ലെ? ഒരു ഇലക്ട്രോണിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഫുൾ കോൺഫിഡൻസോട് കൂടി വേണം എൻ്റെ മക്കൾ എക്സാം ഹാളിൽ പോകുന്നത്. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാട്ടോ. ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഓപ്ഷനും പോലും വിടാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പബ്ലിക് എക്സാം ആണ്. എല്ലാവർക്കും നല്ലൊരു മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ ബൈ.